നമസ്കാരം. നമ്മൾ പണം ഇരട്ടിക്കാൻ വേണ്ടി വീടുകളിലൊക്കെ മണി പ്ലാന്റ് നടാറുണ്ട് അല്ലേ? പക്ഷെ മണി പ്ലാന്റിന്റെ ഒരു വിസ്മയ ലോകം തന്നെ തീർത്ത ഒരാളുണ്ട് എലത്തൂര്. നമ്മളെ മൊയ്തീൻ കോയക്ക. അദ്ദേഹത്തിന്റെ മണി പ്ലാന്റിന്റെ വിസ്മയ ലോകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വീടുകളിൽ മതിൽ കെട്ടുന്നത് ഒന്നിലെ കരിങ്കല്ല് കൊണ്ടോ മറ്റേ എന്താ മെറ്റൽ കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അദ്ദേഹം തീർത്തിരിക്കുന്ന മണി പ്ലാന്റ് കൊണ്ടുള്ള ഒരു മതിലാണ് കേട്ടോ. ഒരു ജൈവ മതിൽ. അതിന്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വിസ്മയ ലോകം. വിസ്മയ ലോകത്തിന്റെ കാവൽക്കാരൻ ഉടമ ഇവിടെ ഉണ്ട്, നമ്മളെ പ്രിയപ്പെട്ട മൊയ്തീൻ ക. എങ്ങനെയാണ് ഈ ഒരു മതില് ഇത്ര ഒരു 10-38 വർഷക്കാലമായിട്ട് ഇങ്ങനെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്നത്? പക്ഷെ പരിപാലിച്ച് കൊണ്ടിരിക്കാൻ പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യം. എന്താ പറയുക, കുറഞ്ഞ സമയത്തിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഒരു കണ്ടോ രണ്ട് കണ്ടോ മൺപാനകൾ തന്നെ കുഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലായിട്ട് വരും. കാരണം അതായത് എന്തൊരു സാധനത്തെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അത് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ വളരും. അല്ല മൊയ്തീൻ കോക്ക, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഇത്രയും പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എനിക്കൊരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ ഇതിനുള്ളൊക്കെ എന്തെങ്കിലും ഏജന്റുകളോ കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുമെന്നുള്ളത്. ഒരിക്കലും ആ പേടി വേണ്ട. കാരണം വെച്ചാൽ മറ്റുള്ളൊരു ചെടിന്റെ മാതിരിയല്ല മണിപ്പാലം എന്ന് പറഞ്ഞ ചെടി. അതിനകത്ത് വെള്ളുള്ളിന്റെ കായത്തിനൊക്കെ ഉള്ള മാതിരി തന്നെ ഒരു പോയിസൺ അംശം ഉണ്ട്. അല്ലെങ്കിൽ ഏജന്റിക്ക് കൊതുകിനൊക്കെ പെട്ടെന്ന് വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ പാർപ്പിടാക്കാനോ പറ്റില്ല. അപ്പൊ അതിന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മറ്റേ പിടിപ്പിക്കുക മണിപ്പാലിനെ. ഇനി അതെല്ലാം നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കണമെങ്കിൽ ഒന്നോ രണ്ടോ മണിപ്പാലിന്റെ തണ്ട് കൊണ്ടുവച്ച് ഒരു ചേവ് പാമ്പോ മറ്റേ ജാതിക്കലുള്ള സ്ഥലത്ത് ആ കൂടിലോ അല്ലെങ്കിൽ ആ മാളത്തിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടികൾ അതിലേക്ക് വരില്ല. അപ്പൊ അതത്രയും ഞാൻ ഉറപ്പ് വരുത്താൻ കാരണം 10-38 വർഷത്തിനിടയ്ക്ക് ഇതുവരെ ഒരു ചേറ് പാമ്പോ എനിക്ക് വേണമെങ്കിൽ ചുറ്റുവട്ടത്തിന് വരുന്ന അല്ലെങ്കിൽ ഇവിടെ എടുത്ത് നേരത്തെയുള്ള പബ്ലിസിറ്റി ചാനലിനെ പറ്റിയിട്ടോ കാര്യങ്ങളോ അന്വേഷിച്ചാൽ അതിനകത്തെല്ലാം കംപ്ലൈന്റ് ചെയ്ത ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് നട്ട് വളർത്താം. ഞാൻ രാത്രിയാണ് അധികവും നടത്തുക. പണി കഴിഞ്ഞില്ലേ? നനയ്ക്ക് ഇതിന്റെ പരിപാലനമൊക്കെ രാത്രിയിലൊക്കെയാണ്. ഒരു ഏജന്റുകളോ ഉപദ്രവവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കാരണം വെച്ചാല് ഒട്ടുമിക്ക വീടുകളിലും മലയാളികള് ഞാൻ കണ്ടിട്ടുണ്ട് മണി പ്ലാന്റ്, അതായത് പണം ഇരട്ടിക്കും ഏറ്റവും നല്ല സാധനമാണെന്നും പറഞ്ഞ് മുഴിച്ചിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പരിപാലിക്കുന്നത് കണ്ടിട്ടുണ്ട്, വലിയ കാട് പോലെ ആയി കണ്ടിട്ടുണ്ട്. അപ്പൊ മൊയ്തീൻ കോയക്കൊക്കെ ഇതുകൊണ്ട് ഒരുപാട് മണി പ്ലാന്റ് ഉണ്ടല്ലോ, അപ്പൊ ഒരുപാട് പൈസ കിട്ടിയോ? പൈസ ദാരിദ്ര്യമില്ല, അതാണ് അതിന്റെ കണക്ക്. ഏതെങ്കിലും പൈസ കിട്ടുക അല്ലെങ്കിൽ വരുമാനം അനാവശ്യമായിട്ട് പൈസ കൂടുക അങ്ങനത്തെ ഒന്നുമില്ല. ദാരിദ്ര്യം, കാരണം ദാരിദ്ര്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പൈസന്റെ ആവശ്യമോ കാര്യങ്ങളോ ഡോക്ടർക്ക് കൊണ്ട് ആവശ്യമോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ ആവശ്യം വരിക അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ലാണ്ട് പൈസ കുന്നുകൂടുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതാണ് ഈ മണി പ്ലാന്റ് കൊണ്ട് നമുക്ക് ലക്ഷപ്രഭുക്കൾ അല്ലെങ്കിൽ കോടിപതികളാകാമെന്നുള്ള ചിന്ത ഒന്നും ആർക്കും വേണ്ട. ഇത് ഒരു ജൈവ മതിലാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭയങ്കര പച്ചപ്പാണ്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത്തിൽ. നമുക്കിപ്പോ ഞങ്ങളിപ്പോ കോഴിക്കോട് ടൗണിൽ നിന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനൊക്കെ ഭയങ്കര തണുപ്പ്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് വൈബ്. കാണണം, ഇത് നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട അനുഭവിക്കേണ്ട ഒരു ജൈവ മതിലിന്റെ ലോകം തന്നെയാണ്. കാരണം 9 സെന്റ് സ്ഥലത്തിലാണല്ലോ ജൈവ മതില് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സാധാരണ നമ്മളൊരു മതിലൊക്കെ നിർമ്മിക്കാന്ന് വെച്ചാൽ നമ്മൾ മതിൽ ഉണ്ടാക്കിയിട്ടങ്ങ് പോയാൽ അതിന് പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷെ ഈ ഒരു മതില് സംരക്ഷിക്കണമെങ്കിൽ കുറച്ചൊന്നും പ്രയാസമല്ലേ? നല്ല പ്രയാസമില്ല. പിന്നെ അതുകൊണ്ട് ഈ പക്ഷികളൊക്കെ വരാനോ പക്ഷികളായിട്ട് ബന്ധപ്പെടാനൊക്കെ നല്ല തത്ത മയില് വരെ വരാറുണ്ട്. അത്രയെങ്കിൽ എല്ലാ കിളികളും ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഐറ്റുകളൊന്നും ഉപദ്രവില്ല, ഐറ്റുകൾക്ക് ഉപദ്രവില്ല. പിന്നെ പറഞ്ഞത് ലാൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ഐറ്റുകളുടെ ഒരു പച്ചവെപ്പ്, പച്ചവെപ്പ് കാണുന്ന സ്ഥലത്ത് എല്ലാവർക്കും എല്ലാ പ്രാന്തം എല്ലാ ജീവികൾക്കും. അപ്പൊ ഇത് വീടിന്റെ ഏറ്റവും ചുമരിനോട് ചേർന്നുള്ള ഭാഗമായിട്ട് ഒരു സോഫേന്റെ മാതൃകയിലാണ് ഈ ഒരു മതിൽ ഇവിടെ ഒരു മണി പ്ലാന്റ് നിർമ്മിച്ച്. ശരിക്കും നല്ല ഉറപ്പുണ്ട് കേട്ടോ. നമുക്ക് ഈ പച്ചപ്പ് നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ ഇതിന് നമ്മൾ കയറി കിടന്ന് ഉറങ്ങാൻ തോന്നുക. ഇതിങ്ങനെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന പറഞ്ഞാൽ ചില്ലറപ്പെട്ട പണിയല്ല കേട്ടോ. കാരണം ഇപ്പോഴത്തെ മനുഷ്യരുടെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് ഇത്രയും വലിയൊരു ജൈവ മതില് ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. എന്തായാലും ഒരു പച്ചപ്പിന്റെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ഈ ഒരു മണി പ്ലാന്റ് കൊണ്ട് ഇവിടെ എലത്തൂര് നമ്മുടെ മൊയ്തീൻ കോയക്ക നിർമ്മിച്ചിരിക്കുന്നത്, പരിപാലിച്ച് കൊണ്ട് നടക്കുന്നത്. ഒരുപാട് കുട്ടികൾ പഠനാവശ്യത്തിനും ഫോട്ടോഷൂട്ടിനും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വരുന്നൊരു സ്ഥലം കൂടിയാണിത്. ഈ ജൈവം അതിൽ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ മുറ്റം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അത്രയും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ സംഭവം. കാരണം ഇത്രയും പച്ചപ്പ് ഇവിടെ ഉണ്ടെങ്കിലും മുറ്റത്തൊന്നും അതിൻ്റെ ഒരു ഇല പോലും ഇല്ല. അത്രയും വൃത്തിയിലാണ് മൊയ്തീൻ കോയക്കൻ്റെ വൈഫും കൊണ്ട് നടക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിട്ടല്ലേ ഇരിക്കുന്നത്. നല്ല തണുപ്പ് ഏത് സമയം.
അത് തന്നെയാണ് ഈ ഒരു ജൈവ മതിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വീഡിയോ ഇഷ്ടപ്പെട്ട പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.